അർത്ഥപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ആർത്തവകാല ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. പ്രിയപ്പെട്ട എല്ലാ മാറ്റിലെ ശ്രോതാക്കൾക്കും നമസ്കാരം. ഒരു പെൺകുട്ടിയുടെ ആർത്തവ ആരോഗ്യത്തിന്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ അച്ഛനമ്മമാർ ചെലുത്തേണ്ട ഒരു ശ്രദ്ധയെപ്പറ്റിയും അവരുടെ കാഴ്ചപ്പാട് എങ്ങനെ ഒരു പെൺകുട്ടിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതെല്ലാമാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓരോ സ്ത്രീയുടെ ജീവിതത്തിലും ആർത്തവം എന്ന ഒരു പ്രക്രിയ പല മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ആ ഒരു ആർത്തവത്തെ ഫീൽ ചെയ്യുന്നത്. നോർമലായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആർത്തവം കടന്നു പോകുന്നവരുണ്ട്. വല്ലാതെ പലതരം വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടി ആർത്തവം കടന്നു പോകുന്നവരുണ്ട്. അമിത രക്തസ്രാവം, തീരെ രക്തസ്രാവം വരാതെ, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് ക്ഷീണം വന്ന് ക്ഷീണത്തോടെ ജോലിക്ക് പോകാൻ നിർബന്ധിതരാകുന്ന സ്ത്രീകളുണ്ട്. വളരെ ബുദ്ധിമുട്ടി മേലധികാരികളെ വെറുപ്പിച്ച് ലീവ് എടുക്കാൻ നിർബന്ധിതരാവാറുണ്ട്. കുഞ്ഞുങ്ങളാവാത്തവർ ഓരോ മെൻസസിനെയും വളരെ ദുഃഖത്തോടെയായിരിക്കും അവരുടെ ഓരോ മാസവും അതിനെ സ്വീകരിക്കുക. അപ്പോൾ പേടിയോടെയും പെണ്ണായി പോയല്ലോ എന്നുള്ള വിചാരത്തോടെയും എവിടെയെല്ലാമോ വല്ലാതെ ചെറുതാവുന്നതായി തോന്നാത്ത ഒരു സ്ത്രീയും പ്രത്യേകിച്ച് ഒരു അമ്മയും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനോടൊപ്പം ചെറുപ്പം മുതലേ ഒരു പെൺകുട്ടിയെ ട്യൂൺ ചെയ്തു വരാൻ കേട്ടു ശീലിക്കുന്ന ഒരുപാട് വാചകങ്ങളുണ്ട്, പരസ്യങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിൽ നിന്നും എല്ലാം. അങ്ങനെ കൗമാരപ്രായത്തോടെ ഒരു പെൺകുട്ടിയായതിൽ ഒരു നാണക്കേട് അറിയാതെ അവളുടെ ജീവിതത്തിൽ കയറി വരാറുണ്ട്. നമ്മുടെ സാമൂഹിക മാറ്റത്തിൽ ഒരു ആൺമേൽക്കോയ്മ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടതിന്റെ ഒരു വശം കൂടെയാണത്. പക്ഷെ അത് ഇന്ന് ആണിനും പെണ്ണിനും ഒരുപോലെ ദോഷം ചെയ്യുന്നുണ്ട്. പെണ്ണിനെ കുറിച്ചും പെണ്ണിന്റെ ശരീരത്തെ പറ്റിയും അവളുടെ ആർത്തവത്തെ പറ്റിയും മോശമായ എത്ര കമന്റുകൾ നേരിട്ടും പരസ്യങ്ങളിലും സീരിയൽ, സിനിമ, മാധ്യമങ്ങളിലൂടെയും മാസികകളിലൂടെയും ഒക്കെ അവളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ആർത്തവ പ്രശ്നങ്ങളുടെ ചികിത്സ ആരംഭിക്കേണ്ടത്. ഈ വിശ്വാസങ്ങളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെ അവളുടെ അമ്മയെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഒരു സ്ത്രീയുടെ മുന്നോട്ട് പോകാനുള്ള വഴി അവിടെ വളരെ ആരോഗ്യകരമായി തുറന്നു കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിന് അമ്മമാര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ആർത്തവത്തെപ്പറ്റി പെൺകുട്ടിയോട് കൗമാരകാലം മുതലേ തുറന്ന് സംസാരിക്കാൻ ഓരോ അമ്മയും ശ്രദ്ധിക്കണം. മെൻസസിനെ പറ്റി ഉള്ള ദുഃഖവും ദുരിതകരവും കഷ്ടപ്പാടും അല്ലാതെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിന് ആദ്യം വേണ്ടത് ഒരു അമ്മ വളരെ പോസിറ്റീവായി ആർത്തവത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുക എന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അമ്മയ്ക്കും മകൾക്കും കൊച്ചുമകൾക്കും ഒക്കെ ഒരേ തരത്തിലുള്ള അസുഖങ്ങൾ. അത് ഹെറിഡിറ്ററിയായി പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്, ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ പ്രോബ്ലംസ് പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം പാരമ്പര്യമായി കിട്ടുന്ന മാനസികാവസ്ഥകളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഭാഗം കൂടെയാണ്. സ്ത്രീ ശരീരത്തെപ്പറ്റി ആർത്തവത്തെ പറ്റിയൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അമ്മയിൽ നിന്നും മക്കളിലേക്ക് ഇങ്ങനെ കൈമാറുന്നതിന്റെ ഒരു അദൃശ്യ രൂപം കൂടെയാണിത്. ഇതിനെല്ലാം വളരെ മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് ഡെയിലി നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അമ്മ ഒരിക്കലും ജീവിതത്തിലെ വലിയൊരു ബുദ്ധിമുട്ടായി ആർത്തവത്തെ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കരുത്. ഇനി അമ്മ മറ്റ് അസുഖങ്ങളാലോ ആർത്തവ സംബന്ധമായ പലവിധ ബുദ്ധിമുട്ടുകളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പരിഹാരം കണ്ടുപിടിച്ച് അത് മാറ്റുക. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിലേക്ക് ആർത്തവത്തെ കൂടെ കൂട്ടുക എന്നുള്ളത് ചെയ്യേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അച്ഛന്മാർക്കും വളരെ കൃത്യമായ ഒരു പങ്ക് ഇക്കാര്യത്തിലുണ്ട്. ഒരു പരിധിവരെ അച്ഛൻ ഒരു സംരക്ഷകന്റെ റോളിലാണ് നമ്മൾ അവതരിപ്പിക്കാറ്. അച്ഛന്റെ തണലിൽ കുറച്ചുകൂടെ ധൈര്യത്തോടെ മുന്നോട്ട് വളരെ കൃത്യമായി ജീവിക്കാൻ പറ്റും എന്ന് എല്ലാ പെൺകുട്ടികളും വിശ്വസിക്കുന്നു. വളരെ ശക്തനും സ്നേഹിക്കുന്നവനും ആയ കരുത്തനായ അച്ഛൻ എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നൊരു വിശ്വാസമാണ് നമ്മൾ ഐഡിയലായിട്ട് പെൺകുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കുന്നത്. അച്ഛന്റെ കൃത്യമായ സപ്പോർട്ട് കിട്ടുന്ന പെൺകുട്ടികൾ എല്ലാ മേഖലയിലും മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഭാവിയിലെ ഒരു പുരുഷ സങ്കല്പം, ഒരു ജീവിത പങ്കാളിയെ നിർണ്ണയിക്കുന്നതിൽ പോലും അച്ഛന്റെ സ്വാധീനം എല്ലാ പെൺകുട്ടികളിലും കാണാറുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന അച്ഛന്മാർ ധാരാളമുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും
ഈ ഒരു സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു അച്ഛനെ പെൺകുട്ടിക്ക് പലപ്പോഴും ജീവിതത്തിൽ കിട്ടാറില്ല. പലപ്പോഴും അച്ഛൻ വളരെ മാറി താമസിക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തൊരു സാഹചര്യമായിരിക്കാം അച്ഛൻ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. പെൺകുട്ടികളെ ഒരു വ്യക്തിയായി പരിഗണിക്കാതെ ഒരു ഓണർഷിപ്പ് ഫീലിംഗ്, പലപ്പോഴും മുതലാളി എന്നൊരു ധാരണയിലേക്ക് പലപ്പോഴും അച്ഛന്മാർ ചെന്നെത്താറുണ്ട്. നമ്മൾ ഇന്നലെ കേട്ട ദുരഭിമാന കൊല പോലും ഇതിന്റെ ഒരു അടയാളം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പലതരം ഗൈനക്കോളജിക്കൽ ഡിസീസുകളിലൂടെ അതിന്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷവും അച്ഛനിൽ നിന്ന് കിട്ടാതെ പോയ സപ്പോർട്ടിനെ പറ്റിയും ആദ്യാർത്തവം ആയത് മുതൽ അച്ഛൻ വളരെ അകൽച്ചയോടെ പെരുമാറിയതിനെ പറ്റിയും പ്രസവശേഷം അച്ഛൻ തീരെ ശ്രദ്ധിക്കാതിരുന്നതിനെ പറ്റിയൊക്കെ വർഷങ്ങൾക്കപ്പുറവും സ്ത്രീകൾ ഓർത്തു പറയാറുണ്ട്. പലപ്പോഴും ആദ്യം ആർത്തവമാകുന്ന സമയം മുതൽ എങ്ങനെ പെൺകുട്ടികളെ ഡീല് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന അച്ഛന്മാരുണ്ട്. അത് അവരുടെ മാത്രം ഒരു തെറ്റല്ല, അത് സമൂഹം നമ്മളെ എല്ലാം മാറ്റിമറിച്ചതിന്റെ ഒരു വേറെ വശം കൂടിയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികളെ ശക്തമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അച്ഛന്മാർ കുറച്ചുകൂടെ ഉയർന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പെണ്ണ് ആണ് എന്നുള്ള വ്യത്യാസത്തിനും അപ്പുറം ഒരു അച്ഛന്റെ റോളില് ഒരുപാട് മാറ്റങ്ങൾ മാനസികാവസ്ഥയിൽ ഓരോ പുരുഷന്മാരും വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഒട്ടും ഇഷ്ടത്തോടെയല്ല ഒരു പെൺകുട്ടി മുതിരുന്നത്. അവൾക്ക് നഷ്ടപ്പെടുന്ന കുട്ടിക്കാലവും സ്വാതന്ത്ര്യവും ഒക്കെ അവളെ അസ്വസ്ഥയാക്കുന്നുണ്ട്. മെൻസസ് എന്തിനാണ് എന്ന ചോദ്യത്തിന് മിക്കവാറും കുട്ടികൾ പറയുന്നത് അമ്മയാവാൻ, ഗർഭിണിയാവാൻ എന്നൊക്കെയാണ്. അതായത് ലൈംഗികതയുടെയും മാതൃത്വത്തെയും ഒക്കെ മാത്രം മുന്നോട്ട് വെച്ചാണ് പലപ്പോഴും ആർത്തവം അവളുടെ മുന്നിലേക്ക് നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഇതിനൊന്നും ആ കുട്ടി ഒരു 10-12 വയസ്സിൽ വൈകാരികമായി ഒട്ടും തയ്യാറല്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ശരീരത്തെപ്പറ്റിയും ആർത്തവത്തെപ്പറ്റിയും വളരെ കൃത്യമായതും പോസിറ്റീവുമായിട്ടുള്ള വ്യക്തമായ അറിവ് ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ മീഡിയാസും പരസ്യങ്ങളും ഒക്കെ ഈ ഒരു പോസിറ്റീവ് ഹെൽത്തി സെൽഫ് ഇമേജ് പെൺകുട്ടികളിൽ ഉണ്ടാകുന്നതിന് തടസ്സം തന്നെയാണ്. അതിന് ആദ്യം മുതിർന്നവരുടെ കാഴ്ചപ്പാട് മാറണം, പിന്നീട് കുഞ്ഞുങ്ങളുടെയും. എനിക്ക് വലുതാവണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശക്തമായ ആർത്തവ വേദനകൾ പോലും ഒരു മരുന്നുമില്ലാതെ മാറ്റാൻ പറ്റും. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സിലെ പലതരം പേടികൾ, ചിന്തകൾ ഒക്കെ മുതിർന്നവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ, അച്ഛനോടും അമ്മയോടും ഷെയർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ആർത്തവ സംബന്ധമായ പല ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്ക് മാറുന്നതായി കണ്ടിട്ടുണ്ട്. നമ്മൾ മുതിർന്നവരുടെ, മാതാപിതാക്കളുടെ, ടീച്ചേഴ്സിന്റെ ഒക്കെ കാഴ്ചപ്പാട് മാറിയേ തീരൂ. കൗമാരത്തിലൂടെ കടന്നു പോകുന്ന തന്റെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും എങ്ങനെ ഡീല് ചെയ്യണമെന്ന് അറിയാതെ പലപ്പോഴും അമ്മമാരും അച്ഛന്മാരും നിൽക്കാറുണ്ട്. ഒന്നാലോചിച്ചാൽ അത് വളരെ എളുപ്പമാണ്. ഈശ്വരനേക്കാളും ഡോക്ടേഴ്സിനേക്കാളും നിങ്ങൾ വായിക്കുന്ന ബുക്കിനേക്കാളും മാസികകളെക്കാളും എല്ലാം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് മക്കളോട് ഷെയർ ചെയ്യുക. അവരുടെ സങ്കടങ്ങളും ഉത്കണ്ഠകളും തുറന്ന മനസ്സോടെ കേൾക്കാൻ ശ്രമിക്കുക. മക്കളുടെ ഓരോ വളർച്ചാഘട്ടത്തിനനുസരിച്ചും അച്ഛനും അമ്മയും വളരേണ്ടതുണ്ട്. ഒരമ്മയ്ക്കും താൻ ഒരിക്കലും എത്തിപ്പെടാത്ത, അറിയാത്ത ഒരിടത്തേക്ക് മകളെ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. വളരെ മുറിപ്പെട്ട വികാരങ്ങൾ, വളരെ പെയിൻഫുള്ളായ ആർത്തവം ആരംഭിക്കുന്നിടത്തുനിന്ന് മക്കൾക്ക് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമേജ് കൊടുക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കില്ല. പക്ഷെ ഈ ഒരു വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യം ലൈഫിലുണ്ടെന്നും അത് മാറാനുള്ള ഒരു സാധ്യത, നമുക്ക് മാറ്റാനുള്ള ഒരു സാധ്യത ജീവിതത്തിൽ ഇനിയും അവശേഷിക്കുന്നുവെന്നും തിരിച്ചറിയുന്ന നിമിഷം മുതൽ അച്ഛനും അമ്മയ്ക്കും മാറാൻ സാധിക്കും. ഇപ്പോൾ ലോകത്ത് പലയിടത്തും ഇത്തരം മാറ്റങ്ങൾ, ഇത്തരം ഫൗണ്ടേഷൻസ്, ഹെൽത്തി മെൻസ്ട്രുവൽ ഫൗണ്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. വളരെ കൃത്യമായി, വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികളെ വളരെ ഹെൽത്തിയായി കൗമാരത്തിലേക്ക് കൊണ്ടുവരുന്ന അച്ഛനും അമ്മമാരും ധാരാളം നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദം തന്നെയാണ്. ഒരു ആൺ പെൺ എന്ന ഒരു മത്സരഭാവത്തിനേക്കാളും അപ്പുറം വളരെ ആരോഗ്യകരമായി, വളരെ ഇഴചേർച്ചയോടെ, വളരെ പരസ്പര പൂരകങ്ങളായി ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾ ആൺകുട്ടിയെയും പെൺകുട്ടികളെയും പ്രാപ്തരാക്കിയാൽ വളരെ മനോഹരമാകും അടുത്ത തലമുറയുടെ മുന്നോട്ടുള്ള വഴി. അതിനുള്ള മാറ്റം നമ്മളിൽ നിന്ന് തന്നെ ആവണം. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവകാല ആരോഗ്യത്തെക്കുറിച്ചാണ്. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്
ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.